ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അതിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇസ്രായേലിന്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന പരമപരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കെരൂബുകളോടും മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതരമാക്കുകയും ചെയ്ത പുത്രനായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. നമ്മെ അനുദിനം നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആരാധനയുടെ ഈ ധന്യ നിമിഷങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. നമ്മുടെ ബാഹ്യമായ കണ്ണുകളെ അടച്ചുകൊണ്ട് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് തിരുവോസ്തി രൂപനായ നമ്മുടെ സ്നേഹനാഥനെ ദർശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മോട് പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും വേദനകളുമെല്ലാം അവിടുത്തെ പാദാന്തികത്തിലേക്ക് സമർപ്പിക്കാം. അവിടുത്തെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ മുട്ടുകൾ മടക്കാം. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. ഞങ്ങളുടെ സ്നേഹ ഈശോയെ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. പലപ്പോഴും പാപത്തിന്റെ പടുകുഴിയിലേക്ക് ഞങ്ങൾ വീണുപോകുന്നു. ഈ ലോകത്തിൻ്റെതായ പല പാപങ്ങളും ഞങ്ങളെ ആകർഷിക്കുമ്പോൾ ബലഹീനരായ ഞങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാ പാപങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ തിരുരക്തക്കടലിൽ ഞങ്ങളെ മുക്കി ഞങ്ങളെ വെൺമഞ്ഞ് പോലെ വെണ്മയുള്ളവരാക്കണമേ. നമുക്ക് നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്ത് അവിടുത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ദൈവമേ ആരാധന, പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധന, പുത്രനായ യേശുവേ ആരാധന, പിതാവായ ദൈവമേ ആരാധന, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം
1-ാം തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നു, ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവേൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. വിശുദ്ധി കൂടാതെ അവിടുത്തെ ദർശിക്കുവാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പലപ്പോഴും ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും അശുദ്ധി ഞങ്ങളിലേക്ക് കടന്നു വരുന്നു. അങ്ങയുടെ തിരക്തക്കടലിൽ ഞങ്ങളെ മുക്കിയെടുക്കണമേ. അങ്ങയെ ദർശിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. സുഖലോലുപതയാലും ജീവിത വ്യഗ്രതയാലും ഞങ്ങളുടെ മനസ്സിൽ ദുർബലപ്പെടുവാൻ ഇടയാക്കരുതേ. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവരാകുവാൻ ഇടയാക്കരുതേ. ഞങ്ങളുടെ ജഡികമായ വികാരങ്ങളെ അങ്ങ് നിയന്ത്രിക്കണമേ. ഞങ്ങളെ അവിടുത്തെ പുത്രന്മാരും പുത്രിമാരും ആക്കണമേ. പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് തരും. ത്രിത്വൈക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ അങ്ങയുടെ പാദാന്തികതയിലേക്ക് സമർപ്പിക്കുന്നു. ഈ കൊറോണ മഹാമാരിയുടെ കാലത്ത് അങ്ങയുടെ തിരക്തക്കോട്ടി ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ബലഹീനരാണെങ്കിലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം സർവശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സങ്കീർത്തനം 14-ാം അധ്യായം 2-ാം തിരുവചനം നമ്മോട് പറയുന്നു, കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് സാധിച്ചു തരും എന്ന് വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ അപ്പ, ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് ആരാധിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കൊറോണ മഹാമാരിയുടെ കാലത്ത് ഞങ്ങളുടെ സഹോദരങ്ങളിൽ പലർക്കും ജോലി നഷ്ടപ്പെടുകയും ശമ്പളം വെട്ടിക്കുറക്കപ്പെടുകയും ചെയ്തു. അവർക്ക് ജോലി നൽകി അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാം പ്രാർത്ഥനാ നിയമങ്ങൾ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഗാർഹിക സഭയായ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തെ അനുഗ്രഹിച്ച നല്ല ദൈവമേ, ശിഥിലമായ കുടുംബ ബന്ധങ്ങളെയെല്ലാം കൂട്ടിയോജിപ്പിക്കണമേ. അങ്ങ് ദാനമായി നൽകിയ മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നൽകി അവരുടെ തലമുറയെ അനുഗ്രഹിക്കണമേ. കത്തോലിക്ക തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സഭയെ നയിക്കുവാനുള്ള പരിശുദ്ധാത്മശക്തി നൽകി അനുഗ്രഹിക്കണമേ. കർദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ എന്നിവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മവരദാന ഫലങ്ങൾ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ സദാസമയം ഉറ്റുനോക്കുന്ന, ഞങ്ങളെ ഉള്ളംകൈയിൽ താങ്ങി നടത്തുന്ന ഞങ്ങളെ സ്വർഗീയ അപ്പച്ച, അങ്ങേക്ക് 1000 ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിക്കണമേ.
പരിശുദ്ധൻ നീയെന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനാം ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ